എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ് ആണ്. പഴയ പേരുകൾ പുതിയ പേരുകൾ എന്ന ഈ ഒരു ഭാഗം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം പഠിച്ചു വയ്ക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് PMO, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയപ്പെടുന്ന പുതിയ പേര് സേവാ തീർത്ത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയപ്പെടുന്ന പേരാണ് സേവാ തീർത്ത്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദിയാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. എങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആരാണ്? ഞാനിപ്പോൾ ഈ പറഞ്ഞ വ്യക്തി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് അജിത് ഡോവൽ. ഇദ്ദേഹമാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ. ഈ കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളണം. നിയമനങ്ങൾ എന്ന ഈ ഒരു ഭാഗം, നിയമനങ്ങൾ എന്ന ആ ഒരു ഭാഗത്ത് നിന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. അറിയാലോ, ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ്? അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പേര് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം PMO, പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്, അതിൻ്റെ പുതിയ പേരാണ് സേവാ തീർത്ത്. എങ്കിൽ സെൻട്രൽ സെക്രട്ടേറിയറ്റ്, അതിന്റെ പുതിയ പേരെന്താണ്? കർത്തവ്യ ഭവൻ. സെൻട്രൽ സെക്രട്ടേറിയറ്റിന്റെ പുതിയ പേരാണ് കർത്തവ്യ ഭവൻ. സെൻട്രൽ സെക്രട്ടേറിയറ്റിന്റെ പുതിയ പേരാണ് കർത്തവ്യ ഭവൻ. അതേപോലെ തന്നെ മുഗൾ ഗാർഡൻസ് ഉണ്ട്. രാഷ്ട്രപതി ഭവനിലെ പ്രസിദ്ധമായ മുഗൾ ഗാർഡൻസിന്റെ പുതിയ പേര് വന്നിട്ടുണ്ട് മുഗൾ ഗാർഡൻസ്. അതുള്ളത് എവിടെയാണ്? രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻസ്, അതിന്റെ പുതിയ പേര് അമൃത് ഉദ്യാൻ. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻസിന്റെ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ. അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ട്. കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ. കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേരാണ് നീതി ആയോഗ്. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം അറിയാമോ? അതാണ് 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. ഇത് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തുനിന്ന് ചോദിക്കൊന്നുമില്ല, കാര്യം 2015 അപ്പം അത് ഇത്രയും 10-11 വർഷത്തിന്റെ ഇതുണ്ട്. അതുകൊണ്ട് ഇത് ചോദിക്കൂല എന്ന് വിചാരിക്കരുത്, ഇത് ഉറപ്പായും ചോദിക്കും. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1500 തവണ, 1500 ഇല്ല, ചുമ്മാ പറഞ്ഞാണ്, 40 പ്രാവശ്യത്തിൽ കൂടുതൽ നീതി ആയോഗ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് PSC പരീക്ഷകളിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി കൊണ്ട് അടയാളപ്പെടുത്തി വെച്ചോളാം. നീതി ആയോഗ് നിലവിൽ വന്ന വർഷം, പിന്നെ അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേരാണ് നീതി ആയോഗ് എന്നുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO, മുമ്പത്തെ CEO, ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. എപ്പോഴും ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ആ ഒരു കാര്യം ബേസിക്കായിട്ട് പഠിച്ചു വെച്ചോളാം. എങ്കിൽ വൈസ് ചെയർമാൻ, പുതിയ വൈസ് ചെയർമാൻ ആര്? പഴയ വൈസ് ചെയർമാൻ ആര്? CEO ആര്? പഴയ CEO ആര്? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്, കറണ്ട് അഫയേഴ്സ് രീതിക്കുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അതെല്ലാം ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളാം. നീതി ആയോഗിനെ പറ്റി ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ പോലും നമുക്ക് ആ ഒരു ഭാഗത്തു നിന്നുള്ള മാർക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടും. ആ ഒരു കാര്യം അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷൻ, നാഷണൽ പ്ലാനിംഗ് കമ്മീഷന്റെ പുതിയ പേരാണ് നീതി ആയോഗ്. പിന്നെ ഉള്ളത് സംസ്ഥാന ഗവർണറിന്റെ ഭവനമാണ് രാജ്ഭവൻ. അതിന്റെ പുതിയ പേര് വന്നിട്ടുണ്ട്, പുതിയ പേരാണ് ലോക് ഭവൻ. ഇത്രയും കാര്യങ്ങൾ നോക്കണം. PMO എന്താണ്? PMO പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്, അതാണ് PMO എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പുതിയ പേരാണ് സേവാ തീർത്ത്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, ഇപ്പോഴത്തെ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറാണ് അജിത് ഡോവൽ. പിന്നെ സെൻട്രൽ സെക്രട്ടേറിയറ്റ്,
ഇന്ത്യയുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റ് അറിയപ്പെടുന്ന പുതിയ പേരാണ് കർത്തവ്യ ഭവൻ. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻസിൻ്റെ പുതിയ പേരാണ് അമൃത് ഉദ്യാൻ. പിന്നെ അതുപോലെ തന്നെ ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ അതിൻ്റെ പുതിയ പേരാണ് നീതി ആയോഗ്. വന്നതെന്നാണ് 2015 ജനുവരി 1-നാണ്. പിന്നെ രാജ്ഭവൻ. എന്താണ് രാജ്ഭവൻ? സംസ്ഥാന ഗവർണറുടെ വസതിയാണ് രാജ്ഭവൻ. രാജ്ഭവന്റെ പുതിയ പേരാണ് ലോക് ഭവൻ. പിന്നെ അതിനോടൊപ്പം ഒരു കാര്യം കൂടെ പഠിച്ചു ചെയ്യണം. രാജ്പഥ് ഉണ്ട്. രാജ്പഥ്, ഡൽഹിയിലെ രാജ്പഥ്. രാജ്പഥിന്റെ പുതിയ പേര് കർത്തവ്യപഥ്. കർത്തവ്യപഥ്. ഈ ഒരു കാര്യം കൂടെ സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. രാജ്പഥ്, ഡൽഹിയിലെ രാജ്പഥിന്റെ പുതിയ പേരാണ് കർത്തവ്യപഥ്. ഇനി സ്റ്റേഡിയം, അതുമായി ബന്ധപ്പെട്ട പുതിയ പേര്, പഴയ പേര് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? അതിന്റെ ആൻസർ മൊട്ടേര സ്റ്റേഡിയം. മൊട്ടേര സ്റ്റേഡിയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇതിന്റെ പുതിയ പേര് നരേന്ദ്രമോദി സ്റ്റേഡിയം. നരേന്ദ്രമോദി സ്റ്റേഡിയം. നരേന്ദ്രമോദി സ്റ്റേഡിയം. സർദാർ പട്ടേൽ സ്റ്റേഡിയം എന്നും നരേന്ദ്രമോദി സ്റ്റേഡിയം അറിയപ്പെടുന്നുണ്ട്. മൊട്ടേര സ്റ്റേഡിയം ഇതിന്റെ പുതിയ പേരാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം. ഇതിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി 1,32,000 പേർക്ക് ഉള്ള സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഈ ഒരു സ്റ്റേഡിയത്തിനുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് മൊട്ടേര സ്റ്റേഡിയം. ഇനി അടുത്ത് പഠിച്ചു വയ്ക്കേണ്ടത് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഇത് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഉള്ളത്. ഇതിന്റെ പഴയ പേര് ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം. ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം ഇതാണ് ഇതിന്റെ പഴയ പേര്. ഇത് പഴയത്, ഓൾഡ് നെയിം. ഇത് ന്യൂ നെയിം. ഇത് പുതിയ പേര്. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം അതിന്റെ പഴയ പേരാണ് ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം. ഇത് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ്. അടുത്തത് ഭാരത് രത്ന ശ്രീ അടൽ ബിഹാരി എഗാന സ്റ്റേഡിയം. അടൽ ബിഹാരി വാജ്പേയി എഗാന സ്റ്റേഡിയം ഇത് സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ് ഇത് ഉള്ളത്. ലക്നൗ എന്ന് പറഞ്ഞാൽ ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ലക്നൗ? ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനം? അത് ഉത്തർപ്രദേശ്, UP. ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമാണ് ലക്നൗ. പിന്നെ ഇത് മുമ്പ് അറിയപ്പെടുന്നത് എഗാന സ്റ്റേഡിയം എന്നാണ്. എഗാന സ്റ്റേഡിയം എന്നാണ് ഇതിന്റെ പഴയ പേര്. എങ്കിൽ ഇതിന്റെ പുതിയ പേരാണ് ഭാരത് രത്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി എഗാന സ്റ്റേഡിയം. ഇതാണ് ഇതിന്റെ പുതിയ പേര്. പഴയ പേര് എഗാന സ്റ്റേഡിയം. ഇത് സ്ഥിതി ചെയ്യുന്നത് ലക്നൗ ആണ്. ലക്നൗ ഏതിന്റെ തലസ്ഥാന നഗരമാണ്? ഉത്തർപ്രദേശ്. പിന്നെ മൊട്ടേര സ്റ്റേഡിയം ഇത് പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മൊട്ടേര സ്റ്റേഡിയം അഥവാ നരേന്ദ്രമോദി സ്റ്റേഡിയം ഇത് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? അതിന്റെ ആൻസർ ഗുജറാത്തിലെ അഹമ്മദാബാദ്. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം ഉള്ളത്. അല്ലെങ്കിൽ തന്നെ ജസ്റ്റ് നമുക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ തന്നെ കിട്ടും. നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി ആയിരുന്നു ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. അതുകൊണ്ട് തന്നെ ഗുജറാത്തിലായിരിക്കും ഇദ്ദേഹത്തിന്റെ പേരുള്ള സ്റ്റേഡിയം പ്രധാനമായിട്ടും വരുന്നത്. ഇങ്ങനെ അത് ഗസ് ചെയ്ത് വച്ചേക്കാം. പിന്നെ PSC ആകുമ്പോൾ ഒരിക്കലും ഗസ് ചെയ്ത് പോകരുത്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് കോഡ് പോലെ നമുക്ക് പഠിച്ചിരിക്കാൻ വേണ്ടി സാധിക്കും. അടുത്തത് നിരഞ്ജൻ ഷാ ക്രിക്കറ്റ് സ്റ്റേഡിയം. നിരഞ്ജൻ ഷാ സ്റ്റേഡിയം ഇത് ഉള്ളത് ഗുജറാത്തിലാണ്. ഗുജറാത്ത്. നിരഞ്ജൻ ഷാ സ്റ്റേഡിയം ഉള്ളത് ഗുജറാത്തിലാണ്. ഇതിന്റെ പഴയ പേര് സൗരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം എന്നുള്ളതാണ് ഇതിന്റെ പഴയ പേര്. പുതിയ പേരാണ് നിരഞ്ജൻ ഷാ സ്റ്റേഡിയം. അടുത്തത്
മഹാരാജ യാദവീന്ദ്ര സിംഗ് ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇന്റർനാഷണൽ ക്രിക്കറ്റ് ആണ്, ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. ഇത് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ്. PJ പഞ്ചാബ്. മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പഞ്ചാബിലെ പഠിച്ചു ചെയ്യണം. IS ബിന്ദ്ര ക്രിക്കറ്റ് സ്റ്റേഡിയം. IS ബിന്ദ്ര സ്റ്റേഡിയം. IS ബിന്ദ്ര സ്റ്റേഡിയം ഇത് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ്. PJ പഞ്ചാബ്. പഞ്ചാബിൽ തന്നെയാണ് IS ബിന്ദ്ര സ്റ്റേഡിയം ഉള്ളത്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പഠിച്ചിരിക്കണം. ബർസാപര സ്റ്റേഡിയം. ബർസാപര സ്റ്റേഡിയം. ബർസാപര സ്റ്റേഡിയം ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുവാഹത്തിയിലാണ് ബർസാപര സ്റ്റേഡിയം. ഇതിൻ്റെ പുതിയ പേര്, ഈ ഒരു സ്റ്റേഡിയത്തിൻ്റെ പുതിയ പേരാണ് ഭുവൻ ഹസാരിക സ്റ്റേഡിയം. ഭുവൻ ഹസാരിക സ്റ്റേഡിയം. ഇതിൻ്റെ പഴയ പേരാണ് ബർസാപര സ്റ്റേഡിയം. ഇത് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. കുറച്ച് കാര്യങ്ങൾ, 7 സ്റ്റേഡിയത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മൊട്ടേര സ്റ്റേഡിയം, അതിൻ്റെ പുതിയ പേരാണ് നരേന്ദ്രമോദി സ്റ്റേഡിയം. 1,32,000 പേരാണ് ഇതിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് മൊട്ടേര സ്റ്റേഡിയം. പിന്നെ ഇത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ഉള്ളത് ഡൽഹിയിലാണ്. ഇതിൻ്റെ പഴയ പേര് ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയം എന്നുള്ളതാണ് അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൻ്റെ പഴയ പേര്. പിന്നെ ഏകാന സ്റ്റേഡിയം, അതിൻ്റെ പുതിയ പേരാണ് ഭാരത് രത്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയി ഏകാന സ്റ്റേഡിയം. അത് ഉള്ളത് ലക്നൌവിലാണ്. ലക്നൗ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, UP ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമാണ് ലക്നൗ. പിന്നെ നിരഞ്ജൻ ഷാ സ്റ്റേഡിയം അറിയാമല്ലോ, ഗുജറാത്തിലാണ്. സൗരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയം എന്നുള്ളതിൻ്റെ പുതിയ പേരാണ് നിരഞ്ജൻ ഷാ സ്റ്റേഡിയം. മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം പഞ്ചാബിലാണ് ഉള്ളത്. അതുപോലെ തന്നെ IS ബിന്ദ്ര സ്റ്റേഡിയം അതും പഞ്ചാബിലാണ് ഉള്ളത്. ബർസാപര സ്റ്റേഡിയം അതിൻ്റെ പുതിയ പേരാണ് ഭുവൻ ഹസാരിക സ്റ്റേഡിയം. ഭുവൻ ഹസാരിക എന്നുള്ള പേര് PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പേരാണ്. അതുകൊണ്ട് തന്നെ ഇത് ചോദിക്കും. അറിയാലോ, ഭുവൻ ഹസാരിക പാലം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളാം. പിന്നെ ഇവിടെ അസം സംസ്ഥാനത്തിലാണ് ഭുവൻ ഹസാരിക സ്റ്റേഡിയം ഉള്ളത്. ഇനി അടുത്തത് എയർപോർട്ടിൻ്റെ പുതിയ പേരുകൾ, പഴയ പേരുകൾ നോക്കാം. ആദ്യം അയോധ്യ എയർപോർട്ടിനെ പറ്റി നോക്കാം. അയോധ്യ എയർപോർട്ടിൻ്റെ പുതിയ പേര് മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം. മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം, ഇന്റർനാഷണൽ എയർപോർട്ട്. ഇതാണ് ഇതിൻ്റെ പുതിയ പേര്. അയോധ്യ എയർപോർട്ടിൻ്റെ പുതിയ പേരാണ് മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്തത് ആദംപൂർ വിമാനത്താവളം. ആദംപൂർ വിമാനത്താവളം എയർപോർട്ട്. ഇതിൻ്റെ പുതിയ പേര് ശ്രീ ഗുരു രവിദാസ്. ശ്രീ ഗുരു രവിദാസ് മഹാരാജ് ജി അന്താരാഷ്ട്ര വിമാനത്താവളം. മഹാരാജ് ജി അന്താരാഷ്ട്ര വിമാനത്താവളം, ഇന്റർനാഷണൽ എയർപോർട്ട്. ഇതാണ് ഇതിൻ്റെ പേര്, പുതിയ പേര്. ആദംപൂർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേരാണ് ശ്രീ ഗുരു രവിദാസ് മഹാരാജ് ജി ഇന്റർനാഷണൽ എയർപോർട്ട്. ഇത് സ്ഥിതി ചെയ്യുന്നത് പഞ്ചാബിലാണ്. PJ പഞ്ചാബിലാണ്. പഞ്ചാബിലെ ജലന്ധർ ജില്ല, അതിലാണ് ആദംപൂർ വിമാനത്താവളം ഉള്ളത്. അടുത്തത് പൂനെ എയർപോർട്ടിൻ്റെ കാര്യം നോക്കാം. പൂനെ എയർപോർട്ട് അറിയപ്പെടുന്നത് ജഗദ്ഗുരു സന്ത് തുക്കാറാം.
ജഗത് സന്ത് തുകാറാം. സന്ത് തുകാറാം മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇതാണ് ഇതിന്റെ പുതിയ പേര്. അടുത്തത് ചണ്ഡീഗഡ് എയർപോർട്ടിന്റെ കാര്യം നോക്കാം. ചണ്ഡീഗഡ് എയർപോർട്ട് അറിയപ്പെടുന്നത് ഷഹീദ് ഭഗത് സിംഗ് എയർപോർട്ട്. ചണ്ഡീഗഡ് എയർപോർട്ട് അറിയപ്പെടുന്നത് ഷഹീദ് ഭഗത് സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന പേരിലാണിത് അറിയപ്പെടുന്നത്. ഒരു കാര്യം പഠിച്ചു ചെയ്യണം. മഹാരാജ ബീർ ബിക്രം എയർപോർട്ട് എവിടെയാണുള്ളത്? മഹാരാജ ബീർ ബിക്രം എയർപോർട്ട് ഉള്ളത് അഗർത്തല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആസാം സംസ്ഥാനത്തിലാണ് ഈ ഒരു എയർപോർട്ട് ഉള്ളത്. ആസാം സ്റ്റേറ്റിലാണ് മഹാരാജ ബീർ ബിക്രം എയർപോർട്ട് ഉള്ളത്. ഇവിടെ കുറച്ച് എയർപോർട്ടിന്റെ പേരുകൾ പഠിച്ചു വച്ചേക്കണം. അയോധ്യ എയർപോർട്ടിന്റെ പുതിയ പേര് മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട്, മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളം. പിന്നെ പറഞ്ഞു ആദംപൂർ എയർപോർട്ട്, അതിന്റെ പുതിയ പേര് ശ്രീ ഗുരു രവിദാസ് മഹാരാജ് ജി ഇന്റർനാഷണൽ എയർപോർട്ട്. ശ്രീ ഗുരു രവിദാസ് മഹാരാജ് ജി ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളതാണ് ആദംപൂർ വിമാനത്താവളത്തിന്റെ പുതിയ പേര്. പിന്നെ ഇത് ആദംപൂർ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് പഞ്ചാബിലാണ് ഉള്ളത്. പിന്നെ പൂനെ എയർപോർട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ പേര് ജഗദ്ഗുരു സന്ത് തുക്കാറാം മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ മഹാരാജ് എന്നുള്ള വാക്ക് അങ്ങനെയുള്ള കുറേ വാക്കുകളുണ്ട്, അത് പഠിച്ചു വെച്ചോളണം. ഇവിടെ ഒരു മഹാരാജുണ്ട്, പിന്നെ ഇവിടെ ഒരു മഹാരാജുണ്ട്, ഇവിടെ മഹാരാജുണ്ട്. സോ അതുകൊണ്ട് തന്നെ മഹാരാജ് എന്നുള്ള ഈ ഒരു വാക്കുള്ള എയർപോർട്ടുകളെല്ലാം നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പുമൂശി പേനുണ്ട്, ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളണം. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നോക്കി വെച്ചോളണം. പൂനെ എയർപോർട്ടിന്റെ പേരാണ് ജഗദ്ഗുരു സന്ത് തുക്കാറാം മഹാരാജ് ഇന്റർനാഷണൽ എയർപോർട്ട്. പിന്നെ പറഞ്ഞു ചണ്ഡീഗഡ് എയർപോർട്ടിന്റെ പേര് ഷഹീദ് ഭഗത് സിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളതാണ് ചണ്ഡീഗഡ് എയർപോർട്ടിന്റെ പേര്. മഹാരാജ ബീർ ബിക്രം എയർപോർട്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് അഗർത്തലയാണ്. അഗർത്തല എന്ന് പറയുമ്പോൾ ഏത് സംസ്ഥാനത്തിലാണ് അഗർത്തല വരുന്നത്? ആസാം സംസ്ഥാനത്തിലാണ് മഹാരാജ ബീർ ബിക്രം എയർപോർട്ട് ഉള്ളത്. ഇനി അടുത്തത് നാഷണൽ പാർക്ക്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. മൗണ്ട് ഹാരിയറ്റ് നാഷണൽ പാർക്ക് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മൗണ്ട് ഹാരിയറ്റ് ഇത് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. NP നാഷണൽ പാർക്ക് ആൻഡമാൻ നിക്കോബാറിലാണ് മൗണ്ട് ഹാരിയറ്റ് നാഷണൽ പാർക്ക് ഉള്ളത്. മൗണ്ട് ഹാരിയറ്റ് നാഷണൽ പാർക്കിൻ്റെ പുതിയ പേര്, അപ്ഡേറ്റ് ചെയ്ത പേര് മൗണ്ട് മണിപ്പൂർ നാഷണൽ പാർക്ക്. മൗണ്ട് മണിപ്പൂർ നാഷണൽ പാർക്ക് ഇതാണ് ഇതിൻ്റെ അപ്ഡേഷൻ വരുത്തിയിട്ടുള്ള പേര്, പുതിയ ആയിട്ടുള്ള പേര്. മൗണ്ട് ഹാരിയറ്റ് നാഷണൽ പാർക്കിൻ്റെ പുതിയ പേരാണ് മൗണ്ട് മണിപ്പൂർ നാഷണൽ പാർക്ക്. എങ്കിൽ രാജീവ് ഗാന്ധി ഒറാങ് നാഷണൽ പാർക്ക്, രാജീവ് ഗാന്ധി ഒറാങ് നാഷണൽ പാർക്ക് ഇതിൻ്റെ പുതിയ പേര് ഒറാങ് നാഷണൽ പാർക്ക് എന്നാണ്. നാഷണൽ പാർക്ക് എന്നുള്ളത് തന്നെയാണ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്കിൻ്റെ പുതിയ പേര്. രാജീവ് ഗാന്ധി എന്നുള്ള ആ ഒരു പേര് മാറ്റിയിട്ടുണ്ട്. രാജീവ് ഗാന്ധി ഒറാങ് നാഷണൽ പാർക്ക് എന്നുള്ള ആ ഒരു പേരിന് പകരം വന്ന പേരാണ് ഒറാങ് നാഷണൽ പാർക്ക്. അതേപോലെ തന്നെ ശിവപുരി നാഷണൽ ഇതിൻ്റെ പുതിയ പേര് മാധവ് നാഷണൽ പാർക്ക്. മാധവ് നാഷണൽ പാർക്ക്. മാധവ് നാഷണൽ പാർക്ക്, ശിവപുരി
നാഷണൽ പാർക്കിൻ്റെ പുതിയ പേരാണ് മാധവ് നാഷണൽ പാർക്ക്. ഇത് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് MP മധ്യപ്രദേശിലാണ് മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. എങ്കിൽ വേറൊരു കാര്യം പറഞ്ഞുതരാം. ഹെയ്ലി നാഷണൽ പാർക്ക്, ഹെയ്ലി, അതുപോലെ തന്നെ രാംഗംഗ എന്നിങ്ങനെയുള്ള പേരിൽ അറിയപ്പെടുന്ന നാഷണൽ പാർക്കുണ്ട്. അതിൻ്റെ പുതിയ പേരാണ്, പുതിയ പേരല്ല, പേര് വന്നിട്ട് കുറേ നാളായി എങ്കിൽ കൂടി പുതിയ പേരെന്ന രീതിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ഹെയ്ലി അഥവാ രാംഗംഗ നാഷണൽ പാർക്കിൻ്റെ പേരാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഹെയ്ലി, രാംഗംഗ എന്നിങ്ങനെയുള്ള പേരിൽ അറിയപ്പെടുന്ന നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇവിടെ 4 കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. 4 കാര്യങ്ങളൊന്ന് നോക്കിയിട്ട് പോവാം. മൗണ്ട് ഹാരിയറ്റ് നാഷണൽ പാർക്ക് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലാണ് ഉൾപ്പെടുന്നത്. അതിൻ്റെ പുതിയ പേര് മൗണ്ട് മണിപ്പൂർ. മണിപ്പൂർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റാണ് മണിപ്പൂർ. അത് സ്റ്റേറ്റിൻ്റെ പേരിൽ ഉള്ള ഒരു നാഷണൽ പാർക്കാണിത്, മൗണ്ട് മണിപ്പൂർ നാഷണൽ പാർക്ക്. പിന്നെ രാജീവ് ഗാന്ധി ഒറാങ് നാഷണൽ പാർക്ക്, അതിൻ്റെ പുതിയ പേര് ഒറാങ് നാഷണൽ പാർക്ക് എന്നാണ്. ശിവപുരി നാഷണൽ പാർക്ക്, അതിൻ്റെ പുതിയ പേര് മാധവ് നാഷണൽ പാർക്ക്. അത് ഉള്ളത് മധ്യപ്രദേശിലാണ്. ഇനി തുരങ്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പേരുകൾ നോക്കാം. റോഹ്താങ് ടണൽ നോക്കാം. ഇതിൻ്റെ പുതിയ പേര് അടൽ ടണൽ. റോഹ്താങ് ടണൽ, അതിൻ്റെ പുതിയ പേരാണ് അടൽ ടണൽ. എങ്കിൽ ചെനാനി നശ്രി തുരങ്കം, അതിൻ്റെ പുതിയ പേര് ശ്യാമപ്രസാദ് മുഖർജി ടണൽ. ശ്യാമപ്രസാദ് മുഖർജി തുരങ്കം, ടണൽ എന്നറിയപ്പെടുന്നു. ചെനാനി നശ്രി തുരങ്കം ശ്യാമപ്രസാദ് മുഖർജി തുരങ്കമായി. പിന്നെ സെല ടണൽ, ഇത് ഏത് സംസ്ഥാനത്താണ് എന്നുള്ളത് മാത്രം പ്രധാനമായിട്ടും പഠിച്ചു വച്ചേക്കണം. സെല ടണൽ ഉള്ളത് അരുണാചൽ പ്രദേശ്. ഇത് ഉദ്ഘാടനം നടത്തിയത് 2024 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ ഒരു ടണൽ ഉദ്ഘാടനം ചെയ്തത്. സെല ടണൽ ഉള്ളത് അരുണാചൽ പ്രദേശിലാണ്. 2024 ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അടുത്തത് കുതിരാൻ തുരങ്കം. എവിടെയാണുള്ളത് കുതിരാൻ തുരങ്കം? ഇത് ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലാണ് ഇത് കുതിരാൻ തുരങ്കം ഉള്ളത്. തൃശ്ശൂരിനെ പാലക്കാടുമായി ബന്ധിപ്പിക്കുന്ന NH 544 കുതിരാൻ തുരങ്കം ഉള്ളത്. NH 544 അതിലാണ് കുതിരാൻ തുരങ്കം ഉള്ളത്. അതോടൊപ്പം തന്നെ ഇത് വേറൊരു കാര്യങ്ങൾ പഠിച്ചു ചെയ്യണം. കേരളത്തിലെ ആദ്യത്തെ നാഷണൽ ഹൈവേയിൽ നിർമ്മിച്ച ഇരട്ടക്കുഴൽ തുരങ്കം അതാണ് കുതിരാൻ തുരങ്കം. കേരളത്തിൽ ആദ്യമായിട്ട് നാഷണൽ ഹൈവേയിൽ നിർമ്മിച്ച ഇരട്ടക്കുഴൽ തുരങ്കമാണ് കുതിരാൻ തുരങ്കം. ഈ ഒരു കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളാം. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഇരട്ടക്കുഴൽ തുരങ്കം, കേരളത്തിലെ ആദ്യമായിട്ട് നാഷണൽ ഹൈവേയിൽ നിർമ്മിച്ച ഇരട്ടക്കുഴൽ തുരങ്കം എന്നുള്ളത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അതിനെക്കാട്ടി ഒരു പടി മുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് 544 കുതിരാൻ തുരങ്കം ഉള്ളത് ഏത് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നേക്കും. അതിൻ്റെ ആൻസറാണ് 544. ഇത് ചൂപ്പോഷി പേരുണ്ട്, അടയാളപ്പെടുത്തി ഇപ്പം തന്നെ വെച്ചോളാം. ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. 544. ഇവിടെ
ഇത്രയും കാര്യങ്ങൾ 4 തുരങ്കങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത്. റോഹ്താങ് ടണൽ അതിൻ്റെ പുതിയ പേരാണ് അടൽ ടണൽ. ഇതിൻ്റെ പുതിയ പേരാണ് അടൽ ടണൽ. ചെനാനി നശ്രി തുരങ്കം അതിൻ്റെ പുതിയ പേര് ശ്യാമപ്രസാദ് മുഖർജി തുരങ്കം. പിന്നെ സെല ടണൽ അതെവിടെയാണ് വരുന്നത്? അരുണാചൽ പ്രദേശിലാണ് സെല ടണൽ വരുന്നത്. 2024 ഇതിൻ്റെ ഉദ്ഘാടനം നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പറഞ്ഞു കുതിരാൻ തുരങ്കം, അതിൻ്റെ കാര്യം പറഞ്ഞു. തൃശ്ശൂർ ജില്ലയിലാണ് കുതിരാൻ തുരങ്കം വരുന്നത്. അടുത്തത് കമ്പനികളും അവയുടെ പുതിയ പേരുകളും നോക്കാം. ആദ്യം ട്വിറ്ററിൻ്റെ പുതിയ പേര് നോക്കാം. ട്വിറ്റർ എക്സ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻക് അത് പുതുതായിട്ട് അറിയപ്പെടുന്നത് മെറ്റ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ട്വിറ്റർ അറിയപ്പെടുന്നത് എക്സ് എന്ന പേരിലാണ്. പിന്നെ അതുപോലെ തന്നെ സൊമാറ്റോ അറിയപ്പെടുന്നത് അതിൻ്റെ പുതിയ പേര് എറ്റേർണൽ ലിമിറ്റഡ്. എറ്റേർണൽ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ പഠിച്ചു വയ്ക്കേണ്ടത് ടാറ്റാ സ്കൈ ഇത് ഒട്ടുമിക്ക പേരും കേട്ടിട്ടുണ്ടാകും. ടാറ്റാ സ്കൈ, അതുപോലെ തന്നെ സൺ ഡയറക്റ്റ്, ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? DTHുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു സംഭവം ഉള്ളത്. DTH എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം പറഞ്ഞുതരാം. IT നമുക്കറിയാം, ഡിഗ്രി ലെവൽ പരീക്ഷ എഴുതാനും പ്ലസ് 2 ലെവൽ പരീക്ഷ എഴുതാനും ITയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ ഫോമുകൾ പഠിച്ചു വയ്ക്കണം. HTML അങ്ങനെയുള്ള കുറേ ഫുൾ ഫോമുകളൊക്കെ ആൾറെഡി പഠിച്ചു വച്ചേക്കണം. ഇവിടെ DTHൻ്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് DTH? ഡയറക്റ്റ് ടു ഹോം, HOME, ഇതാണ് DTH എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലരുടെ വീട്ടിൽ കേബിളാണ്, TV കാണുന്നത് കേബിളുമായി കേരള വിഷൻ്റെയൊക്കെ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിൻ്റെ കേബിളൊക്കെ ആയിരിക്കാം. എന്നാൽ ചില സ്ഥലത്ത് DTH ആണുള്ളത്. ഇപ്പോൾ സൺ ഡയറക്റ്റ് അതുപോലുള്ള DTH ഒക്കെയാണ് ഉള്ളത്. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ടാറ്റാ സ്കൈയുടെ പുതിയ പേരാണ് ടാറ്റ പ്ലേ. അടുത്തത് ഗ്രഫേഴ്സ്, GROFERS ഗ്രഫേഴ്സ്. ഇതിൻ്റെ പുതിയ പേര് ബ്ലിങ്കിറ്റ്. ഗ്രഫേഴ്സ് അതിൻ്റെ പുതിയ പേരാണ് ബ്ലിങ്കിറ്റ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ട്വിറ്റർ എക്സ് എന്നാണ് അതായിട്ട് അറിയപ്പെടുന്നത്. ഫേസ്ബുക്ക് ഇൻക്, മെറ്റ, സൊമാറ്റോ എറ്റേർണൽ, ടാറ്റാ സ്കൈ ടാറ്റ പ്ലേ, ഗ്രഫേഴ്സ് ബ്ലിങ്കിറ്റ്. ഇതെല്ലാം +2 ഡിഗ്രി ലെവലിലുള്ള പരീക്ഷയ്ക്കാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. പൊതുവെ 10ാം ക്ലാസ് ലെവലിലുള്ള പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. ചോദിക്കൂലെന്നല്ല ഞാൻ പറഞ്ഞത്, ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു വച്ചേക്കണം. ഒരുപാട് ദിവസമായി ഞാൻ നിങ്ങൾക്കൊരു ഓൺലൈൻ ക്ലാസ് ഇതിനൊക്കെ ഒരു ലോങ് വീഡിയോ നിങ്ങൾക്ക് തന്നിട്ട് ഒരുപാട് ദിവസമായി. ഒരുപാട് ഓഫ്ലൈൻ ക്ലാസ്സുകളും അങ്ങനെ കുറേ തിരക്കുകൾ കാരണമാണ് എനിക്ക് ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് തരാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് എല്ലാം ക്ലിയർ ആയിട്ട് തരാം. പിന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും കമൻ്റ് ഇടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്ക് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വീഡിയോ ഞാൻ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സെറ്റാക്കി തരാം. പിന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് വേണമെന്നുണ്ട് കുറച്ച് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്, അത് ഞാൻ റെഡിയാക്കി തരാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ബൈ.